അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 2ാമത്തെ പാഠം. അദ്ദർസു സാനി, പാഠം 2. അവ്വലു മൻ ആമന മിനൽ അത്ഫാൽ. കുട്ടികളിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ച വ്യക്തി. കുട്ടികളിൽ നിന്ന് വിശ്വസിച്ച ആദ്യത്തെ വ്യക്തിയെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നുള്ളത്. നമുക്ക് പാഠഭാഗം നോക്കാം. അലിയിബ്നു അബി താലിബ് എന്ന വ്യക്തി സഹാബിയുൻ ജലീലുൻ, ഉന്നത ഒരു സഹാബിയാണ്. ഉന്നത പദവിയിലുള്ള ഒരു സഹാബിയാണ്, അഥവാ ഉന്നത വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഒരു സഹാബിയാണ്. ഹുവ റാബിഉൽ ഖുലഫാഇർ റാഷിദീന. അദ്ദേഹം ഖുലഫാഉർ റാഷിദീങ്ങളിൽ 4ാമത്തെ വ്യക്തിയാണ്. ആദ്യത്തെ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. 2ാമത്തേത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. 3ാമത്തേത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. 4ാമത്തേതാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ 4 ഖുലഫാഉർ റാഷിദീങ്ങളിൽ 4ാമത്തെ വ്യക്തി അദ്ദേഹമാണ്. അബൂഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂ താലിബ് എന്നവരാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അമ്മുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാൻ്റെ സഹോദരനാണ് അബൂ താലിബ് എന്ന വ്യക്തി. ഉമ്മുഹു, അദ്ദേഹത്തിൻ്റെ ഉമ്മ അഥവാ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഫാത്തിമ ബിൻതു അസദിൻ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബിൻത്ത് അസദ് എന്ന് പറയുന്നവരാണ്, അഥവാ അസദിൻ്റെ മകളായ ഫാത്തിമ എന്നവരാണ്. വസൗജത്തുഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. ഫാത്തിമത്തു സഹ്റ എന്നവരാണ്. അതാരാണ്? ഹിയ ബിൻതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ്. നബിയുടെ മകളായ ഫാത്തിമയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. വസയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളുടെ സ്ത്രീകളുടെ നേതാവും കൂടിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. വസയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. വബ്നാഹുമ, അവർ 2 പേരുടെയും മക്കളാണ് അൽ ഹസനു വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ഹസൻ, ഹുസൈൻ എന്നവർ അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ്. സയ്യിദ ഷബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് അവർ 2 പേരും. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ന വ്യക്തി അവ്വലു മൻ ആമന മിനൽ അത്ഫാൽ, കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ്. വഹുവ അഹദുൽ അശറത്തിൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 വ്യക്തികളിൽ നിന്ന് ഒരു വ്യക്തിയും കൂടിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രത്യേക ആളുകളുണ്ട്, 10 പേര്. അൽ അശറത്തുൽ മുബശ്ശിരീൻ എന്ന പേരിലാണ് അവരെ അറിയപ്പെടുന്നത്. അവരിൽ ഒരു വ്യക്തിയാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. നമുക്ക് ഈ പാഠത്തിലുള്ള ചില ഭാഗങ്ങളൊന്നും നോക്കാം. നഖ്റഉ വനഫഹമു അൽ ജുംലത്തുൽ ഇസ്മിയ, നമുക്ക് ഇസ്മിയായ ജുംലയെ വായിക്കാം, മനസ്സിലാക്കാം. അലി ഇബ്നു അബി ത്വാലിബിൻ സ്വഹാബിയുൻ, അലി ഇബ്നു അബി ത്വാലിബ് എന്നവർ സ്വഹാബിയാണ്. ഇതൊരു വാചകമാണ്, അഥവാ ഇസ്മിയായ ഒരു ജുംലയാണ്. ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ ഫിയലുകളൊന്നുമില്ലാത്ത ഒരു ആദ്യത്തെ പദവും 2ാമത്തെ പദവും കൂടിച്ചേരുമ്പോഴാണ് ഇസ്മിയായ ജുംല ആകുന്നത്. അലി ഇബ്നു അബി താലിബ് എന്നവർ സ്വഹാബിയാണ്. സൗജത്തുഹു ഫാത്തിമത്തു സഹ്റ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമത്തു സഹ്റയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമത്തു സഹ്റയാണ്. ഉമ്മുഹു ഫാത്തിമ, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഫാത്തിമ എന്നവരാണ്. ഹിയ ബിൻതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ്. ഇതെല്ലാം ഫിയോയിലുകളൊന്നുമില്ലാത്ത ഒരു വാചകമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്.
ഫീലുകളൊന്നും ഇല്ലാത്ത വാചകങ്ങളെ ഇസ്മിയായ ജുംലകൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. നുകമ്മിലു അൽ ജുംലത്ത ബിവളഇ കലിമത്തിൻ മുനാസിബത്തിൻ മിമ്മ ബൈനൽ ഖൗസൈൻ. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പദങ്ങളെ താഴെ കൊടുത്തവയിലേക്ക് യോജിച്ചത് ചേർത്ത് നമ്മൾ പൂരിപ്പിക്കണം. നമുക്ക് നോക്കാം. ഇവിടെ ജദീദത്തുൻ എന്നാണ് ഉണ്ടായത്. അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് അസ്സയ്യാറത്തു. അസ്സയ്യാറത്തു കാറ്, ജദീദത്തുൻ പുതിയതാണ്. അസ്സയ്യാറത്തു ജദീദത്തുൻ കാറ് പുതിയതാണ്. ഇവിടെ ജദീദത്തുൻ എന്നുള്ളത് മുഅന്നസായതുകൊണ്ട് അസ്സയ്യാറത്തു എന്നുള്ളത് മുഅന്നസായിട്ട് തന്നെ വന്നു. അപ്പോൾ രണ്ട് പദങ്ങൾ കൂടുമ്പോൾ അതൊരു ഇസ്മിയായ ജുംലയായിട്ട് മാറി. അസ്സയ്യാറത്തു കാറ്, ജദീദത്തുൻ പുതിയതാണ്. 2 അത്തിഫുലു സഗീറുൻ കുട്ടി ചെറുതാണ്. സഗീറുൻ എന്നുള്ളത് ഒരു മുദക്കറായ പദമാണ്. അതുകൊണ്ട് അത്തിഫുലു എന്നുള്ളതാണ് അവിടെ നൽകിയത്. അത്തിഫുലു സഗീറുൻ കുട്ടി ചെറുതാണ്. 3 അത്ത്വാമു ലദീദുൻ ഭക്ഷണം രുചിയുള്ളതാണ്. ഇവിടെ ത്വാം എന്നുള്ളത് അതിനോട് യോജിച്ചതാണ് ലദീദുൻ. അപ്പോൾ ഇവിടെ ഒരു ഇസ്മിയായ ജുംലയായി മാറി. 4 അൽ ബിന്തു ജാലിസത്തുൻ മകൾ ഇരിക്കുന്നവളാണ്. ബിന്ത് എന്നുള്ളത് മുഅന്നസാണ്. അതുകൊണ്ടാണ് ജാലിസത്തുൻ എന്ന മുഅന്നസിന് അവിടെ നൽകിയത്. ഇതെല്ലാം ഇസ്മിയായ ജുംലയുടെ ഉദാഹരണങ്ങളാണ്. അസ്സയ്യാറത്തു ജദീദത്തുൻ കാറ് പുതിയതാണ്. അത്തിഫുലു സഗീറുൻ കുട്ടി ചെറുതാണ്. അത്ത്വാമു ലദീദുൻ ഭക്ഷണം രുചിയുള്ളതാണ്. അൽ ബിന്തു ജാലിസത്തുൻ മകൾ ഇരിക്കുന്നവളാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. നുതർജിമു പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ അറബിയിൽ നൽകിയ ഇസ്മിയായ ജുംലയുടെ അർത്ഥം നമ്മൾ എഴുതണം. അൽ ബുസ്താനു ജമീലുൻ തോട്ടം ഭംഗിയുള്ളതാണ്. തോട്ടം ഭംഗിയുള്ളതാണ്. തോട്ടം ഭംഗിയുള്ളതാണ്. അൽ കിതാബു ജദീദുൻ പുസ്തകം പുതിയതാണ്. അൽ കിതാബു ജദീദുൻ പുസ്തകം പുതിയതാണ്. ഇത് ഇസ്മിയായ ജുംലയുടെ ഉദാഹരണമാണ്. അൽ ബുസ്താനു ജമീലുൻ അൽ കിതാബു ജദീദുൻ. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. നുലാഹിദു അൽ മുഫ്രദ വൽ ജമ്മ താഴെ കൊടുത്തവയിൽ മുഫ്രദിനെയും ജമ്മിനെയും നമുക്ക് മനസ്സിലാക്കാം. ഖലീഫത്തുൻ പ്രതിനിധി, ഖുലഫാ പ്രതിനിധികൾ. ആദ്യത്തേത് സിംഗുലരും രണ്ടാമത്തേത് പ്ലൂരലുമാണ്, അഥവാ ഏകവചനവും ബഹുവചനവുമാണ്. തിഫുലുൻ കുട്ടി, അതിൻ്റെ ജമ്മാണ് അത്തുഫാലുൻ കുട്ടികൾ. തിഫുലുൻ കുട്ടി, അത്തുഫാലുൻ കുട്ടികൾ. അടുത്ത ഭാഗം നമുക്ക് മനസ്സിലാക്കാനുള്ളത് നഖറഉൽ ആയാത്തി താലിയ വനക്തഷിഫു മിൻഹ അൽ ഇസ്മിയത്തൽ അൽ ജുംലത്തൽ ഇസ്മിയ വനഹുത്തു തഹ്തഹ. നമുക്ക് താഴെ കൊടുത്ത ആയത്തുകളിൽ നിന്ന് ഇസ്മിയായ ജുംല നമുക്ക് മനസ്സിലാക്കാം. ആ ഇസ്മിയായ ജുംല ഏതാണ് എന്ന് നോക്കി നമുക്കവിടെ അടിവര ഇടാം. നോക്കാം. വദകറസ്മ റബ്ബിഹി ഫസല്ല. ഇവിടെ ദക്കറ എന്നുള്ളത് എന്താണ്? ഫിയോയിലാണ്. ഇവിടെ ഇസ്മിയായ ജുംല ഇല്ല. അതുകൊണ്ടാണ് അവിടെ അടിവര ഇടാൻ ഇല്ലാത്തത്. രണ്ടാമത്തെ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുന്യ. ഇവിടെ തുഅ്സിറൂന ഫിയോയിലാണ്, ഇസ്മിയായ ജുംല അല്ല. മൂന്നാമത്തെ നോക്കാം. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ. വൽ ആഖിറത്തു ഖൈറുൻ പരലോകമാകുന്നത് ഖൈറുൻ ഉത്തമമാണ്. അതെന്താണ്? ഒരു ഇസ്മിയായ ജുംലയാണ്. വൽ ആഖിറത്തു ഖൈറുൻ ഇത് ഇസ്മിയായ ജുംലയുടെ ഒരു ഉദാഹരണവും കൂടിയാണ്. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാം. നമുക്ക് അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.